അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പൊറോട്ടയൊക്കെ മാറ്റി നിർത്താവുന്ന ഒരു അടിപൊളി ലെയേർഡ് റൊട്ടിയുണ്ടോ കാണിക്കുന്നത്. ഐഷാസ് കിച്ചണിൽ നിന്ന് കണ്ടിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഇവിടെ ഷെയർ ചെയ്യുന്നത്. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതിനായിട്ട് നന്നായിട്ട് വേവിച്ച 1 കപ്പ് ചോറ്, 1 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുക്കുക. അതൊരു 3 കപ്പ് മൈദയിലോട്ട് കുറച്ചായിട്ട് ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ഭയങ്കര വാട്ടറി ആവരുത് കുഴച്ചെടുക്കുന്നത്. വാട്ടറി ആയാൽ ലെയേഴ്സ് ഫോം ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാക്സിമം കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ച് ഒന്ന് റെഡിയാകുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലോ റിഫൈൻഡ് ഓയിലോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് 1 മണിക്കൂറോ അരമണിക്കൂറോ നമുക്ക് അടച്ചു വെക്കാം. ശേഷം ഇതെടുത്തിട്ട് എന്ത് ചെയ്യുക, ബോൾസ് ആക്കുക. കുറച്ച് വലിയ ബോൾസായാൽ വലിയ റൊട്ടിയാവും, ചെറിയ ബോളാക്കുകയാണെങ്കിൽ ചെറിയ റൊട്ടി. അത്ര തന്നെ ഉള്ളൂ കേട്ടോ ഡിഫറൻസ്. ഇതിനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. ഇനി കുറച്ച് കട്ടിക്ക് പരത്തിയാലും കുഴപ്പമില്ല. ആവശ്യത്തിന് ഒരു വലിപ്പം വന്നാൽ ഇതിലോട്ട് ഓയിൽ ചേർത്ത് നന്നായിട്ട് പരത്തി കൊടുക്കുക. ശേഷം മൈദപ്പൊടി ഇതിലോട്ട് തൂവി കൊടുക്കുക. എന്നിട്ട് ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി വെക്കാം. എന്നിട്ട് ഇത് സ്ക്വയർ ഫോമിൽ പരത്തിയെടുക്കാം. പരത്തിയെടുത്ത ശേഷം നല്ല ചൂടുള്ള പാനിലാണ് ചുട്ടെടുക്കേണ്ടത്. ചൂടുള്ള പാനിൽ ചുട്ടെടുക്കുന്ന സമയം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇടുമ്പോൾ ഹൈ ഫ്ലെയിമും പിന്നെ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലും ചെയ്തെടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ടിരിക്കുക. ഒരു സൈഡ് നന്നായിട്ട് കുക്കാൻ വേണ്ടി നിൽക്കരുത്. അങ്ങനെ മുരിഞ്ഞ് കിട്ടിയാൽ ഉള്ളിൽ ലെയർ ഫോം ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഉള്ളിൽ ലെയറും കൂടി കുക്ക് ആവാനാണ് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാൻ പറയുന്നത്. ഈ ഒരു റെസിപ്പി ബീഫിനോ അല്ലെങ്കിൽ ചിക്കൻ കറിയിലോട്ടൊക്കെ ഭയങ്കര നല്ല കോമ്പിനേഷനാണ് കേട്ടോ. സാധനം മൈദ കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും നമുക്കൊരു പൊറോട്ട ഒക്കെ കഴിക്കുന്ന ഒരു ഹെവിനെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ചോറ് ഇതിൽ ആഡ് ചെയ്തത് കൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര സോഫ്റ്റായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അതുപോലെ പരത്തിയെടുക്കാനും നോർമൽ ഒരു മൈദയ്ക്ക് വരുന്ന ഒരു ഇലാസ്റ്റിസിറ്റി ഉണ്ടാവുമല്ലോ, പരത്തുമ്പോൾ അങ്ങനെ തിരിച്ച് ഷേപ്പിലോട്ട് വരിക, അതും കുറവാണ് കേട്ടോ ഇതിൽ ചോറ് ആഡ് ചെയ്തതുകൊണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചോറൊക്കെ ബാക്കി കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും അടിപൊളിയായിട്ട് ഉണ്ടാക്കാവുന്ന, നമ്മൾ പൊറോട്ടയൊന്നും പിന്നെ വാങ്ങിക്കുക അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കാനോ ശ്രമിക്കില്ല, അത്രയും ടേസ്റ്റിയാണിത്. അതുപോലെ ഇത് ഫുള്ള് ബൗൾസായിട്ട് എല്ലാം പൊങ്ങി വരും. ഇൻ കേസ് നമ്മൾ ചോറ് അരയാണ്ട് കിടക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ ഫുൾ പൊങ്ങി വരാനൊരു ബുദ്ധിമുട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇത് ഫുൾ പൊങ്ങി വന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലെയേർഡ് റൊട്ടി ആയിട്ട് തന്നെ കിട്ടും. ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. കുഴയ്ക്കുമ്പോൾ വെള്ളം കൂടിപ്പോകരുത് എന്ന് മാത്രം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.